എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡെറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ചാക്കിൽ നട്ട ഇഞ്ചിയുടെ അടുത്താണ് നിക്കുന്നത്. അപ്പൊ നമ്മ ഈ ഇഞ്ചി നട്ടേക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏപ്രിൽ മാസത്തിലാണ് നമ്മ ഇഞ്ചി നട്ടത്. ഈ തവണ നമ്മ ചാക്കിലാണ് ഇഞ്ചി നട്ടത്. ചാക്കിൽ ഇഞ്ചി നട്ടാലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചാക്കിൽ നിറയെ ഇഞ്ചി കിട്ടുകയും ചെയ്യും. നമുക്ക് വീട്ടിലെ കരിയില് എല്ലാം നമുക്ക് ഈ ചാക്കിൽ ഇടുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഈ ചാക്ക് നമ്മ ഇഞ്ചിയുടെ കാലാവധി കഴിയുമ്പോഴത്തേക്ക് ചാക്കിന്റെ കാലാവധിയും കഴിഞ്ഞിട്ടുണ്ടാവും. ചാക്ക് ഇങ്ങനെ വെറുതെ പൊളിച്ചു കളഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. വിളവെടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നല്ല സംരക്ഷണം വേണ്ട ഒരു വിളയാണ് ഇഞ്ചി. പ്രത്യേകിച്ച് ചീയല് രോഗങ്ങള് വാട്ടരോഗങ്ങളൊക്കെ വന്നത് ഇഞ്ചിക്കാണ്. ഇഞ്ചി നമ്മ നല്ല സംരക്ഷണം കൊടുത്തേ പറ്റൂ. പിന്നെ ഇഞ്ചി നമ്മുടെ വീട്ടിൽ എന്നും ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നട്ടുപിടിപ്പിക്കേണ്ട ഒരു വിള തന്നെയാണ് ഇഞ്ചി എന്ന് പറഞ്ഞാല്. നമുക്ക് എല്ലാ ദിവസവും നമ്മ ഉപയോഗിക്കണാണല്ലോ ഇഞ്ചി. അപ്പൊ ഇഞ്ചി കണ്ട ഞാൻ ഈ ഒരു ചാക്കിൽ ഇപ്പൊ ഒരു 3 പീസ് ചെറിയ പീസ് ഇഞ്ചി നട്ടു കൊടുത്തതാണ്. കണ്ട അപ്പൊ ഇഞ്ചി എന്ന് പറഞ്ഞാൽ വിളവെടുക്കണേന്ന് വെച്ചാൽ ഞാനൊക്കെ വിളവെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോ ആവശ്യം വന്നു അപ്പൊ നമ്മ ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യത്തിന് മാത്രം വിളവെടുക്കും. പിന്നെ നമ്മ ഒന്നിച്ച് വിളവെടുക്കണെന്ന് വെച്ചാല് ഈ ഇലകളൊക്കെ അഴുകി പോയി കഴിയുമ്പോഴാണ് വിളവെടുക്കണം. പക്ഷെ ഇവിടാന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കണേണ് ഇഞ്ചി. അപ്പൊ ആവശ്യം വന്നു അപ്പൊ നമ്മ ഇതിൽ നിന്ന് എടുത്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു വിള കൂടിയാണ് ഇഞ്ചി. നമ്മ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്കിപ്പൊ ഇട്ട് കൊടുക്കൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പൊ നമ്മ ഇഞ്ചിക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മ നട്ടപ്പ അടിവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യമായിട്ട് വളങ്ങളല്ല. നമ്മ ചാണകപ്പൊടി മണ്ണും കരിയിലൊക്കെ കൂടെ നിറച്ചിട്ടാണ് അന്ന് ആ സമയത്ത് നട്ടുകൊടുത്തത്. അന്ന് നല്ല ചൂട് കാലമായിരുന്നല്ലോ. അപ്പൊ നമ്മ അത്യാവശ്യത്തിന് നമ്മ നനച്ചും കൊടുത്തിരുന്നു. ഇപ്പൊ കണ്ട ഇഞ്ചിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ വളം കൊടുക്കണം. അപ്പൊ നമ്മ വളം കൊടുക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇത് തണലത്തൊക്കെ ഉണക്കി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇത്. അപ്പൊ നമ്മ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്ക. അപ്പൊ നല്ല ഇങ്ങനെ നനഞ്ഞത് അധികം നനഞ്ഞ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇപ്പൊ മഴക്കാലവുമാണ് പ്രത്യേകിച്ച്. പിന്നെ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുമിൾ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ട്രൈക്കോഡർമ. അതേപോലെ തന്നെ വാട്ടരോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. നമ്മ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി നമ്മ എല്ലാ വിളകളും നടുമ്പോഴും അടിയിൽ ഇട്ട് കൊടുക്കണത് നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മ ഇപ്പൊ ഇട്ട് കൊടുക്കുന്ന വെച്ചാല് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഈ ചാണകപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണത്. എന്നിട്ട് നമുക്ക് കുറച്ച് കരിയിലൊക്കെ കൂടെ നിറച്ച് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇഞ്ചിക്ക് ഇനി യാതൊരു പരിചരണമൊന്നും കൊടുക്കേണ്ടി വരൂല. ഇഞ്ചി നമുക്ക് നല്ല രീതിയിൽ തന്നെ ചാക്ക് കണക്കിന് ഇഞ്ചി നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഈ ട്രൈക്കോഡർമ നമുക്ക് ജൈവ ട്രൈക്കോഡർമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളം വെക്കണ കടകളിലും പിന്നെ കൃഷിഭവനുകളിലൊക്കെ നമുക്ക് കിട്ടും. കൃഷിഭവന്റെ എക്കോ ഷോപ്പുകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ കൃഷിയിടത്തിൽ അത്യാവശ്യമാണ് നമുക്ക് വിളകൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ട്രൈക്കോഡർമ ഉണ്ട്, ഒരു പൗഡറാണ് ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞതിനെ കണ്ട. അത് നമുക്ക് ഇപ്പൊ ഒരു 20 ഗ്രാമൊക്കെ മതി കേട്ടാ. നന്നായിട്ട് നമുക്ക് ചാണകം ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഞ്ചികൾക്ക് ഇട്ട് കൊടുക്കണ്ട. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കുറേച്ച ഓരോ ഇഞ്ചിയുടെ തടത്തിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ ചാക്കിലൊക്കെ ആകുമ്പോ ഒരുപാട് മണ്ണ്. അപ്പൊ നമ്മ അതിന് പരമാവധി നമുക്ക് കരിയിലൊക്കെയാണ് നമ്മ ഉപയോഗിക്കണത് കേട്ടാ. അപ്പൊ മണ്ണ് കുറയ്ക്കാൻ എല്ലാവർക്കും മണ്ണ് കിട്ടാനൊക്കെ പണിയാണല്ലോ. പിന്നെ ഇഞ്ചിക്ക് ഇപ്പൊ നിങ്ങക്ക് വില അറിയാലോ. ഇഞ്ചിക്ക് നല്ല വിലയാണ്. 350-400 രൂപയൊക്കെ വിലയുണ്ട് ഇഞ്ചിക്ക്. അപ്പൊ നമ്മ എപ്പോഴും നമ്മുടെ വീട്ടില് ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാല് നമുക്ക് ഇഞ്ചി ഒന്നും കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ 2-3 ചാക്കിൽ ഇഞ്ചി നട്ടാൽ മതി. ഇഞ്ചി ഒന്നും നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ടിയേ വരൂല. അത് മാത്രമല്ല നമുക്ക് നല്ല ഇഞ്ചി, നമ്മുടെ ഇഞ്ചിക്ക് പ്രത്യേക മണവും പ്രത്യേക ടേസ്റ്റും ആണ്. നമ്മ യാതൊരു രാസവളങ്ങളൊന്നും നമ്മ മരുന്നുകളൊന്നും ഇതേപോലെ ചീയലൊക്കെ ഉള്ള കാരണം നല്ല മരുന്നൊക്കെ അടിച്ചിട്ടാണ് ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യണത്. അപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് ഇഞ്ചിയൊക്കെ നടയണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല ഇഞ്ചി കഴിക്കുകയും ചെയ്യാം. കണ്ട അപ്പൊ ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് ചാക്കുകളിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. അങ്ങനെ അറ്റം വരെ നട്ടിട്ടുണ്ട് ഇഞ്ചി കേട്ടാ. അപ്പൊ ഇനി നമുക്ക് കരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കരിയിലൊക്കെ കണ്ട
നമുക്ക് കരിയിലകളൊന്നും തന്നെ നമുക്ക് കത്തിച്ചളയാറില്ല. നമ്മ ചാക്കുകളിലൊക്കെ വാരി വെച്ചിട്ട് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വളത്തിനും മണ്ണിനൊക്കെ ലാഭം തന്നെയാണ് കേട്ടോ. കരിയില എല്ലാവരും ഇതേപോലെയൊക്കെ നമ്മുടെ ചാക്കുകളിലൊക്കെ കിട്ടണ കരിയിലകളൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. മണ്ണും വളമൊക്കെ കുറവ് മതി. കരിയില കുറച്ച് നമ്മ ചാക്കിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാല് കണ്ട ഇതേപോലെ പൊടിഞ്ഞിട്ടും കണ്ട ഇതേപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പൊ നമുക്ക് ഏത് കരിയില വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടാ. ഇതേപോലെ ഇട്ട് ഇഞ്ചി ഒക്കെ നട്ടോരൊക്കെ ഇതേപോലെ ട്രൈക്കോഡർമയും ചാണകപ്പൊടിയൊക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തോ നമുക്ക് ചാക്ക് കണക്കിന് ഇഞ്ചി നമുക്ക് വിളവെടുക്കാം. കണ്ട പിന്നെ നമുക്ക് ഇനിയിപ്പൊ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നനക്കാം. പക്ഷെ ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണേണ്. അപ്പൊ നമ്മ നനക്കൊന്നും വേണ്ട കേട്ടാ. അപ്പൊ ഇവിടെ ഇപ്പൊ നല്ല മഴയുണ്ടാ. അപ്പൊ ഇഞ്ചി നട്ടേക്കണോരൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുത്തോ നല്ല നമുക്ക് ഇഞ്ചി പറിച്ചെടുക്കാം. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.